നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛൻ വിളിക്കുന്നു പറയേ. അച്ഛൻ വിളിക്കുന്നു മോളെ. അതാ വരുന്നു. ആ എന്താ അച്ഛ വിളിച്ചേ? കാലത്തിന്റെ ഓരോ ഇന്ദ്രജാലങ്ങളെ. വാഴാനും വീഴാനും ഓരോ കാലം ഉണ്ടല്ലോ രാഘവൻ നായരെ. ആ അല്ല, രാഘവൻ നായരെന്താ ഇതുവഴി? ഇത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്? രണ്ടു മക്കളും കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ നിന്നാ. അപ്പൊ ഇടയ്ക്കൊക്കെ വന്നെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ ആരുമില്ല. എല്ലാരും അങ്ങ് പുറപ്പെട്ടു പോയിന്നൊക്കെ ഇടയ്ക്ക് പറയുന്നത് കേട്ടു. അതുകൊണ്ട് ആ ശ്യാമ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തതേ. അടഞ്ഞു കിടക്കുന്ന വീട്ടിൽ നിന്ന് അന്വേഷിച്ചിട്ട് എന്താ കാര്യം? പോരാത്തതിന് എനിക്കാണെങ്കിൽ നേരെ ചൊവ്വ നടക്കാനും മേല. സിവിൽ സർവീസ് ട്രെയിനിങ് എന്ന് പറഞ്ഞു പോയ ശാലിനിയെ പറ്റി പിന്നെ യാതൊരു വിവരവും ഇല്ല. ശാരദാമ്മ തമിഴ്നാട്ടിലെവിടെയോ? ശാരികയുടെ ഫോൺ നമ്പർ പോലും ആർക്കും അറിയത്തുമില്ല. അല്ല ഗോപാലകൃഷ്ണ, നിങ്ങള് തീർത്ഥാടനത്തിന് പോയിരിക്കുമല്ലായിരുന്നോ? രാഘവൻ നായരെ, അത് ഇടയ്ക്ക് ഞങ്ങളപ്പോൾ ബുദ്ധിമുട്ടിലൊക്കെ ആയിപ്പോയേ. ഒരു കള്ളത്തോക്ക് കേസും ഇൻകം ടാക്സ് റെയ്ഡും എൻഫോഴ്സ്മെന്റ് അന്വേഷണവും ഒക്കെ ആയിട്ടേ. നാട് വിട്ടുപോയ നിങ്ങളതൊന്നും അറിഞ്ഞു കാണാൻ വഴിയില്ല. ഞങ്ങൾ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നില്ലെങ്കിലും പെൺമക്കളെ കെട്ടിച്ചു വിട്ട് വീട്ടിലേക്ക് ഇടയ്ക്കൊരു അന്വേഷണം നടത്തണമെന്ന നാട്ടുനടപ്പും മര്യാദയൊക്കെ ഉണ്ടേ. അതൊന്നും നിങ്ങൾക്ക് ബാധകമല്ലല്ലോ അല്ലേ? അന്ന് ഞങ്ങളെ സഹായിച്ചത് ഇവിടെ ചാർജ് എടുത്ത വനിതാ കളക്ടറാ. കേസെല്ലാം ഒഴിവാക്കി വിഷ്ണുവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിടുവിപ്പിച്ചതും റോഡിൽ തലകറങ്ങി വീണ ഭാമയെ സ്വന്തം ഔദ്യോഗിക വാഹനത്തിൽ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഒക്കെ ആ കളക്ടറാ. മിടുക്കിന്ന് പറഞ്ഞ മിടുമിടുക്കിയ. ആ പെൺകുട്ടിയെ കൊണ്ട് നമ്മുടെ വിഷ്ണുവിനെ കല്യാണം കഴിപ്പിച്ചാലെന്ന് വരെ ഒരാലോചന എനിക്കുണ്ടായേ. അല്ല, ശാലിനെ പറ്റി വിവരമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, നമ്മുടെ വിഷ്ണുവിനെ ഒരു കളക്ടറുടെ ഭർത്താവായിരിക്കാനുള്ള യോഗ്യതയില്ലേ? ഇടയ്ക്ക് ഇവിടെ ആരും അന്വേഷിച്ചു വന്നില്ല, കുറ്റം പറയാനൊന്നും പറ്റില്ല കേട്ടോ. വിഷ്ണു വന്നിരുന്നു ഒരു വട്ടം. അപ്പോതേ അന്നവിടെ ആ ചായക്കട അത് പ്രവർത്തിക്കുന്നുണ്ട്. വീടങ്ങ് അടഞ്ഞു കിടക്കുക. ശാരദാമ്മ ശാന്ത ഏൽപ്പിച്ചാണത്ര എല്ലാം. അതിന്റെ പ്രത്യുപകാരമായിട്ട് വീടിന്റെ അറ്റകുറ്റപ്പണിയൊക്കെ ശാന്ത തന്നെ അങ്ങ് ചെയ്യും. ശാന്തയും പിടിക്കുക. ആൾപെരുമാറ്റമില്ലാത്ത വീടാന്ന് കണ്ടാ പറയില്ല കേട്ടോ. ഈ ഹോട്ടലിലെ വരുമാനത്തെ പറ്റിയൊക്കെ അന്വേഷിക്കാനേ സ്വന്തം ബന്ധുക്കൾ ആരും വരാറില്ലെന്നും ഒറ്റയടിക്ക് വന്ന് കണക്ക് ചോദിച്ചാൽ പെട്ടുപോകുമെന്നും അന്ന് ശാന്ത വിഷ്ണുവിനോട് പറഞ്ഞായിരുന്നു. ആ കണക്ക് വിവരങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാനും ഉള്ള കാശ് പിരിച്ചോണ്ട് പോകാനും ആ ഗോപാലകൃഷ്ണ ഞാൻ വന്നതേ. എല്ലാത്തിനും ഒരു പിടിപ്പ് വേണമല്ലോ. അല്ല, നിങ്ങൾ വന്നതും അതിനു തന്നെ ആയിരിക്കുമല്ലേ? സംസാരിച്ചേ തൊണ്ട വരണ്ട് ഗോപാലകൃഷ്ണ. ഇത്തിരി കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. ശാരദേ, ശാരദേ, ഓ ഒരു വിരുന്നുകാരനുണ്ട്, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ആ വരൂ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം.
ഇരിക്കെ. എല്ലാം അറിഞ്ഞു വെച്ച രാഘവൻ നായർ വന്നിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. കുറ്റപ്പെടുത്തലും പരിഹാസവും കുറഞ്ഞു പോയെന്ന് ഞാൻ പറയും. ഞാനായിരുന്നു രാഘവൻ നായരുടെ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഇതൊന്നും എന്റെ ബുദ്ധിയല്ല. രാഘവൻ നായർ തന്നെ പറഞ്ഞ പോലെ 6 വർഷം മുമ്പത്തെ ഗോപാലകൃഷ്ണൻ അല്ല ഇത്. ശരീരത്തിന്റെ തളർച്ച മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. മുമ്പായിരുന്നെങ്കിൽ 6 മിനിറ്റ് വേണ്ടി വരില്ലായിരുന്നു ഗോപാലകൃഷ്ണൻ ഇതൊക്കെ പരിഹരിക്കാൻ. ആ ഗോപാലേട്ടാ, കുടിക്കാൻ ചായയൊക്കെ. രാഘവട്ട്, ചായയോ കാപ്പിയോ എന്തായാലും വിരോധമില്ല ശാരദാമ്മേ. ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ശാരദേ. രാഘവൻ നായർക്ക് എല്ലാം അറിയാം. ആണുങ്ങൾക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട് ശാരദാമ്മേ. കള്ളം പറഞ്ഞാലും അത് അവരുടെ മുഖത്ത് അറിയാം. പെണ്ണുങ്ങളുടെ മനസ്സിൽ രഹസ്യങ്ങൾ ഇരിക്കില്ല എന്നൊക്കെ പറയില്ലേ, ഒക്കെ ചുമ്മാതാ. എത്ര കനപ്പെട്ട രഹസ്യവും എത്ര കാലം വേണമെങ്കിലും മനസ്സ് സൂക്ഷിക്കാൻ കഴിയും പെണ്ണുങ്ങൾക്കേ. ഞാൻ വന്നതേ അവളെ ഒന്ന് കാണാനാ. എന്തെങ്കിലും സമാധാനം പറയാനുണ്ടെങ്കിൽ അവളാണല്ലോ പറയേണ്ടത്. അവളെ വിളിക്കാൻ. ശാലിനി. എന്താ അമ്മേ? ഒന്നിങ്ങി വന്നേ. എന്താ അമ്മേ കാര്യം? അച്ഛൻ വിളിക്കുന്നു പറയേ. അച്ഛൻ വിളിക്കുന്നു മോളെ. അതാ വരുന്നു. ആ എന്താ അച്ഛാ വിളിച്ചേ? ഞാനല്ല, ദേ ഈ അച്ഛനാ അന്വേഷിച്ചത്. വിശേഷിച്ചൊന്നുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.